അതേസമയം കഴക്കൂട്ടത്ത് മേനംകുളത്ത് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ വീണ് വൈദ്യുതിയും നിലച്ച സ്ഥിതിയാണ്. തുമ്പയിലേക്ക് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കാര്യവട്ടം പുല്ലാനിവിള റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും തകരാറിലായി എന്നാണ് വിവരം. ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായി. ജിബിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? മരം നീക്കി ഗതാഗതം പഴയ പോലെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വലിയ കാറ്റായിരുന്നോ തിരുവനന്തപുരത്ത്? രതീഷ്, ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവിട്ടാണ് പെയ്യുന്നതെങ്കിലും പലപ്പോഴും വലിയ രീതിയിലുള്ള മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയാണ് തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ച് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴക്കൂട്ടം മേനംകുളത്ത് കാറ്റിൽ മരങ്ങളൊക്കെ തന്നെ റോഡിലേക്ക് കടപുഴുകി വീണിട്ടുണ്ട്. അത് അഗ്നിശമന സേന അംഗങ്ങൾ എത്തിയാണ് ഈ മരങ്ങളൊക്കെ തന്നെ റോഡിൽ നിന്ന് മുറിച്ചു മാറ്റി ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചത്. ഈ മേനംകുളം റോഡ്, അതായത് തിരുവനന്തപുരം വേളി വഴി ഈ ബീച്ച് റോഡാണ്. ഈ കഴക്കൂട്ടത്തെ ബൈപ്പാസ് റോഡിൽ നിന്ന് ടച്ച് ചെയ്യാതെ അവിടുത്തെ ട്രാഫിക് സിഗ്നലൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ജനങ്ങൾ പോകുന്നത് ഏറ്റവും കൂടുതലായി ഈ വൈകുന്നേര സമയങ്ങളിൽ പോകാൻ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഈ മേനംകുളം ഭാഗത്ത് വഴി പോകുന്ന ഈ ബീച്ച് റോഡ് എന്ന് പറയുന്നത്. ആ ഒരു റോഡിലാണ് ഇന്ന് വൈകുന്നേരം 6:30 മണിയോടുകൂടി ഇത്തരത്തിൽ ഈ വലിയൊരു മരം റോഡിലേക്ക് കടപുഴകി വീഴുകയും ഈ ഗതാഗതമൊക്കെ തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. പിന്നീട് കഴക്കൂട്ടം ചാക്ക പുല്ലാനിവിളയിലാണ് പിന്നീട് മരം ഒടുങ്ങി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അവിടെയുള്ള മരം മാറ്റുന്നതിന് വേണ്ടി കഴക്കൂട്ടത്തു നിന്നും ചാക്കയിൽ നിന്നുമുള്ള അഗ്നിശമന സേന എത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റി വീണ്ടും അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏറ്റവും ഒടുവിലായി ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പാലോട് കല്ലറ റൂട്ടിൽ സുമതി വളവിന് സമീപം റോഡിലേക്ക് മരത്തിൻ്റെ ചില്ലകൾ ഒടുങ്ങി വീഴുകയും അതായത് ഈ റോഡിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കാറിൻ്റെ മുകളിലേക്കാണ് ഇത്തരത്തിൽ ലൈൻ കമ്പി പൊട്ടി വീണത്. ഏകദേശം 7ഓളം പോസ്റ്റുകളാണ് ഈ മരം ഒടുങ്ങി വീണ് ആ ഒരു സ്ഥലത്ത് മാത്രം. അതായത് പാലോട് കല്ലറ പോകുന്ന വഴിയിൽ സുമതി വളവിലാണ് ഈ ഏകദേശം 7ഓളം മരങ്ങൾ ഒടുങ്ങി വീണ് 7ഓളം പോസ്റ്റുകൾ തകർന്നത്. അതുവഴി സഞ്ചരിക്കുകയായിരുന്ന ഒരു കാറിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ തന്നെ വലിയ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാരണം ഈ മരം ഒടുങ്ങി വീണ പോസ്റ്റുകൾ ഒടുങ്ങി വീണപ്പോൾ ഇതിലുണ്ടായിരുന്ന ലൈൻ കമ്പി പൊട്ടി റോഡിലേക്ക് ഈ സഞ്ചരിക്കുകയായിരുന്ന കാറിൻ്റെ മുകളിലേക്കാണ് വീണത്. പക്ഷേ ആ ഒരു സമയത്ത് കറണ്ട് ഇല്ലാത്തതിനാൽ മാത്രമാണ് കാറിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ തന്നെ രക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതലും ഈ ഉച്ചയ്ക്ക് ശേഷം ഈ വൈകുന്നേര സമയത്തൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മഴയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിലും വലിയ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശവും ജില്ലയിലും വലിയ മഴയും ചെറിയ മഴക്കെടുതികളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജിബിനാണ് ആ വിവരങ്ങൾ നൽകിയത്.